മാധ്യമങ്ങൾ വ്യാപകമായതോടെ എന്തും നിമിഷ നേരം കൊണ്ടാണ് പ്രചരിക്കുന്നത്. ശരി തെറ്റുകൾ ഒന്നും നോക്കാതെ കാണുന്നതൊക്കെ ഷെയർ ചെയ്യുന്ന ശീലമുള്ളവരാണ് പലരും. 2 ദിവസം മുൻപ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചില ചിത്രങ്ങൾ. യുവതിയോട് തങ്ങൾ മോശമായി പെരുമാറിയെന്ന് അവകാശപ്പെട്ട് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത്. ബ്ലാക്ക് മെയിലിംഗ് നടത്തി കോടികൾ തട്ടാൻ കരുതിക്കൂട്ടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി കെട്ടിച്ചമച്ചതായിരുന്നു ഈ ചിത്രങ്ങളെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. കേസിൽ പോലീസ് അന്വേഷിക്കുന്നത് കാപ്പ കേസ് പ്രതിയായ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷനെയാണ്. ബലാത്സംഗവും കൊലപാതക ശ്രമവും അടക്കമുള്ള കേസുകളിൽ പ്രതിയായ മുഹമ്മദ് റോഷൻ തനിച്ചാണോ ഈ ക്രിമിനൽ പ്രവൃത്തിക്ക് പിന്നിൽ, അതോ മറ്റാരെങ്കിലും ഇയാൾക്ക് കൂട്ടാളികളായി ഉണ്ടോ? ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ ആദ്യം. സ്വാഗതം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ കാപ്പ കേസ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തു. പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷനെതിരെയാണ് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തത്. 15 കോടി രൂപ നൽകിയില്ലെങ്കിൽ വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ നടത്തുമെന്ന് മുഹമ്മദ് റോഷൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് നടപടി. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. പെരിന്തൽമണ്ണ പോലീസാണ് മുഹമ്മദ് റോഷനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എഫ്ഐആറിൽ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ഈ വർഷം ജനുവരി 31-ന് പെരിന്തൽമണ്ണയിലെ ഒരു മാളിൽ വെച്ചാണ് മുഹമ്മദ് റോഷൻ ബ്ലാക്ക് മെയിൽ ഭീഷണി ആദ്യം മുഴക്കിയത്. മൊയ്ൻ അലി തങ്ങളോടായിരുന്നു ഈ ബ്ലാക്ക് മെയിൽ ഭീഷണി. 15 കോടി രൂപ നൽകിയില്ലെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വ്യാജ ചിത്രങ്ങൾ ഉപയോഗിച്ച് അപകീർത്തികരമായ പ്രചരണം നടത്തുമെന്നും ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്നുമായിരുന്നു ഭീഷണി. അന്ന് തന്നെ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കാമെന്ന് ഉറപ്പു നൽകിയെന്നുമാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. തുടർന്ന് ഈ മാസം 23-ാം തീയതിയാണ് ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റും ചിത്രങ്ങളും പ്രസിദ്ധീകരിച്ചത്. ഇതിനു പിന്നാലെ മൊയ്ൻ അലി തങ്ങൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് റോഷൻ മുൻപ് കാപ്പ കേസിൽ പ്രതിയായിരുന്നു. ഇയാൾക്കെതിരെ ബലാത്സംഗം, കൊലപാതക ശ്രമം തുടങ്ങി വിവിധ കുറ്റങ്ങൾക്ക് നേരത്തെ കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി ഏലപ്പാറയിലെ ലോഡ്ജ് മുറിയിൽ ഹോട്ടൽ തൊഴിലാളി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. കോതമംഗലം സ്വദേശി മനുവാണ് മരിച്ചത്. സംഭവം കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. കൂടെയുണ്ടായിരുന്ന ജാർഖണ്ഡ് സ്വദേശിയെ കാണാനില്ല. ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏലപ്പാറയിലെ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരാണ് മരിച്ച മനുവും ജാർഖണ്ഡ് സ്വദേശിയും. സമീപത്തുള്ള ലോഡ്ജിൽ മുറിയെടുത്താണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. രാവിലെ ലോഡ്ജിലെ ജീവനക്കാർ മുറിയിലെത്തിയപ്പോഴാണ് മനുവിനെ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് ഇവർ പീരുമേട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മനുവും ഒപ്പമുണ്ടായിരുന്ന ജാർഖണ്ഡ് സ്വദേശിയും തമ്മിൽ രാത്രി തർക്കമുണ്ടായതായാണ് പോലീസിന് ലഭിച്ച വിവരം. തർക്കം സംഘർഷത്തിലെത്തിയതായാണ് സൂചന. ഇതിനിടയിലാണോ മനു കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ജാർഖണ്ഡ് സ്വദേശി ഒളിവിൽ പോയിരിക്കുകയാണ്. പീരുമേട് പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. ജാർഖണ്ഡ് സ്വദേശിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി.
ന്യൂസ് 18 ഇടുക്കി. കൊല്ലം കരുനാഗപ്പള്ളിയിലെ അലുവാതിൽ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരെ അതീവ സുരക്ഷയിലാണ് പുതിയകാവിലെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. പിടിയിലായ 11 പ്രതികളിൽ 10 പേരെ പോലീസ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ജിം സന്തോഷ് കൊലക്കേസിലെ പ്രതിയും ഗുണ്ടാ നേതാവുമായ അലുവാ അതുലിനെ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയ ദേശീയപാതയോരത്താണ് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചത്. പോലീസും സായുധസേനയും ചേർന്ന് പ്രദേശത്ത് അതീവ സുരക്ഷയൊരുക്കിയിരുന്നു. കേസിലെ പ്രധാന പ്രതിയും കടത്തൂർ സ്വദേശിയുമായ അനീർ ഉൾപ്പെടെ 6 പ്രതികളെയാണ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. പ്രതികൾ യാതൊരു കൂസലുമില്ലാതെ കൊലപാതക രീതികൾ പോലീസിനോട് വിവരിച്ചു. തുടർന്ന് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊട്ടാരക്കര വാളകത്തെ കോറിയിലും എത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു. പ്രതികൾക്ക് സഹായം നൽകിയ ഒരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കടത്തൂർ വയനകം ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ കുടിപ്പകയാണ് കൊലപാതക കാരണമെന്ന് പോലീസ് പറയുന്നു. 5 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കൊലപാതകത്തിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയും പ്രതികളുടെ സാമ്പത്തിക സ്രോതസ്സും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. മാർച്ച് 14-നാണ് ജിം സന്തോഷ് കൊലക്കേസ് പ്രതിയായ അലുവാ അതുൽ ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷം മടങ്ങുന്നതിനിടെ അക്രമി സംഘം വെട്ടിക്കൊന്നത്. സംഭവത്തിൽ അതുലിനൊപ്പം ഉണ്ടായിരുന്ന മനു പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 കൊല്ലം. കാസർഗോഡ് സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം. വയനാട് സ്വദേശി കുമ്പളയിൽ പിടിയിലായി. വയനാട് കൽപ്പറ്റ എമിലി സ്വദേശിയും ബദൂർ ഷേണിയിൽ താമസക്കാരനുമായ അതുനിൽ ഫക്സിസാണ് പിടിയിലായത്. പെൺകുട്ടി സ്കൂൾ വിട്ടു വരവെ കാറിലെത്തിയ പ്രതി നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് കേസ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 12 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് യുവാവിനെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. വയനാട് കൽപ്പറ്റ എമിലി സ്വദേശിയും നിലവിൽ ബദൂർ ഷേഡിയിൽ താമസക്കാരനുമായ അതുനിൽ ഫക്സിസ് എന്ന 22-കാരനാണ് പിടിയിലായത്. ഈ മാസം 24-ന് വൈകിട്ട് 3:50-ഓടെ പുത്തിക ഗ്രാമത്തിലെ മരക്കാട് മുഗു റോഡിലായിരുന്നു സംഭവം. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയുടെ അരികിൽ കാറിലെത്തിയ പ്രതി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നുവെന്നാണ് കേസ്. കുമ്പള സബ് ഇൻസ്പെക്ടർമാരായ സനീത് അനന്തകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. KSRTC ബസ് നേരത്തെ പമ്പയ്ക്ക് പോകണമെന്നാവശ്യപ്പെട്ട് മദ്യലഹരിയിൽ പോലീസുകാരന്റെ പരാക്രമം. പത്തനംതിട്ട KSRTC ഡിപ്പോയിലായിരുന്നു സംഭവം നടക്കുന്നത്. ബസ്സിൽ കയറി ഇയാൾ സ്റ്റാർട്ടാക്കി മുന്നോട്ട് നീങ്ങിയെങ്കിലും ബസ് ഓഫായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. അടൂർ AR ക്യാമ്പിൽ നിന്നും പമ്പ ഡ്യൂട്ടിക്ക് പോകാനെത്തിയ ആയൂർ സ്വദേശി മനോജ് കുമാറാണ് അതിക്രമം കാട്ടിയത്. പത്തനംതിട്ട KSRTC ഡിപ്പോയിലാണ് സംഭവം. ബുധനാഴ്ച വൈകിട്ട് 6:50-ന് പമ്പയ്ക്ക് പുറപ്പെടേണ്ട KSRTC ബസ് നേരത്തെ പോകണമെന്ന് ആവശ്യപ്പെട്ടാണ് അടൂർ AR ക്യാമ്പിലെ പോലീസുകാരൻ മനോജ് കുമാർ മദ്യലഹരിയിൽ അതിക്രമം കാട്ടിയത്. തനിക്ക് പമ്പയിൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതിനാൽ
ബസ് നേരത്തെ പോകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇയാൾ ബഹളം വെച്ചത്. തുടർന്ന് ബസ്സിൽ കയറുകയും ബസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ബസ് തനിയെ പെട്ടെന്ന് നിന്നുപോയതിനാലാണ് വലിയ അപകടം ഒഴിവായത്. ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി യാത്രക്കാർ ഈ സമയം ഉണ്ടായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ഇയാൾ അസഭ്യം പറഞ്ഞു. KSRTC ഉദ്യോഗസ്ഥരുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തിയാണ് മനോജിനെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ താൻ പോലീസുകാരനാണെന്ന് മനോജ് വ്യക്തമാക്കുകയായിരുന്നു. വൈദ്യപരിശോധനയിൽ ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തി. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് മനോജിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. ഫോൺ ആപ്പുകൾ വഴിയുള്ള പണമിടപാടുകൾ ഇന്ന് വ്യാപകമാണ്. എന്നാൽ ഇവ തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ ആപ്പുകൾ വ്യാപകമാണെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പാലക്കാട് നിന്നുള്ളത്. പാലക്കാട് പട്ടാമ്പിയിൽ വ്യാജ പേയ്മെന്റ് ആപ്പ് വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ യുവാവ് പിടിയിലായി. തിരുവില്ലോമല സ്വദേശി മെറിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. ഇക്കഴിഞ്ഞ 20-നാണ് കേസിനാസ്പദമായ സംഭവം. പട്ടാമ്പി നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് വ്യാജ ഫോൺ പേ, ഗൂഗിൾ പേ പേയ്മെന്റ് ആപ്പുകൾ വഴി തട്ടിപ്പ് നടത്തിയത്. കേസിൽ തിരുവല്ലോമല സ്വദേശി 27-കാരൻ ഒമറിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി MRF ടയേഴ്സിൽ നിന്നും ഇക്കോസ്പോർട്ട് കാറിന് 35,700 രൂപ വില വരുന്ന 4 ടയറുകൾ മാറ്റിയിട്ട ശേഷം കടയുടമയുടെ QR കോഡ് സ്കാൻ ചെയ്തു. പണം നൽകിയതായി ടിക്ക് മാർക്ക് വന്നത് കാട്ടിയ ശേഷം ഇയാൾ പോവുകയായിരുന്നു. സ്ഥാപനത്തിന്റെ ഉടമ പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ബാങ്കിൽ പണം എത്തിയിട്ടില്ല എന്ന് മനസ്സിലായത്. സമാനമായ രീതിയിൽ പട്ടാമ്പി ക്യാപിറ്റൽ സിൽക്സ് എന്ന തുണിക്കടയിൽ നിന്നും 14,600 രൂപയുടെയും മാർവൽ ഫാൻസിയിൽ നിന്ന് 1,853 രൂപയുടെയും സാധനങ്ങൾ വാങ്ങി തട്ടിപ്പ് നടത്തി. വ്യാജ പേയ്മെന്റ് ആപ്പ് വഴി QR കോഡ് സ്കാൻ ചെയ്ത് പണം നൽകിയതായി കാണിച്ചാണ് വ്യാപാരികളെ കബളിപ്പിച്ചത്. ഇയാളുടെ ഫോണിൽ നിന്നും ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ ആപ്പുകൾ പോലീസ് കണ്ടെത്തി. സ്ഥാപന ഉടമകളുടെ പരാതിയിൽ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ കാർ കുളപ്പുള്ളി വഴി സഞ്ചരിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. അന്വേഷണത്തിൽ മറ്റ് നിരവധി സ്ഥലങ്ങളിൽ ഇയാൾ ഇതേപോലെ തട്ടിപ്പ് നടത്തിയതായി വ്യക്തമായിട്ടുണ്ട്. പട്ടാമ്പി പോലീസ് ഒറ്റപ്പാലം ഹൈവേ പോലീസിന്റെ സഹകരണത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ പഴയന്നൂർ, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകൾ ഉണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. CCTVകൾ നാടെങ്ങും വ്യാപകമായതോടെ പല കേസുകളിലും പ്രതികളെ വലയിലാക്കാൻ പോലീസിന് കഴിയാറുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെള്ളനാടുണ്ടായ കവർച്ച പരാതിയിലും പോലീസ് ആദ്യം തിരഞ്ഞത് CCTV ദൃശ്യങ്ങളാണ്. എന്നാൽ കേസ് കീഴ്മേൽ മറിയുന്നതാണ് പിന്നീട് കണ്ടത്. ആധാരമെഴുത്ത് ഓഫീസ് ഉടമയായ 60-കാരി ട്രഷറിയിൽ അടയ്ക്കാനായി കൊണ്ടുവന്ന 10 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു പരാതി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പരാതി വ്യാജമാണെന്ന് ഉറപ്പിച്ച പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിനെ തുടർന്ന് ഇവരുടെ അടുക്കളയിൽ നിന്ന് തുക കണ്ടെടുത്തു. പണം സ്വന്തമാക്കാനാണ് ഇവർ കള്ളപ്പരാതി ഉന്നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ബുധനാഴ്ച രാവിലെ 11:30ഓടെയാണ് സംഭവം. ആര്യനാട് ആധാരമെഴുത്ത് ഓഫീസ് നടത്തുന്ന 60-കാരി ഓമനയമ്മയാണ് പണം നഷ്ടമായെന്ന് പറഞ്ഞ് റോഡിൽ ബഹളം വെച്ചത്. വെള്ളനാട് ട്രഷറിയിൽ പോകുന്ന വഴി ഓട്ടോ ഡ്രൈവർ ആക്രമിച്ച് 10 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും ഓട്ടോയിൽ നിന്ന് തള്ളിയിട്ട ശേഷം കടന്നു കളഞ്ഞെന്നുമാണ് ഇവർ നാട്ടുകാരോട് പറഞ്ഞത്. ഉടൻ തന്നെ വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. റോഡിൽ കിടക്കുകയായിരുന്ന ഓമനയമ്മയെ പോലീസ് വെള്ളനാട് ആശുപത്രിയിലേക്ക് മാറ്റി. ഓമനയമ്മ പറഞ്ഞ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവർ പറയുന്നത് ശരിയല്ലെന്ന് മനസ്സിലായി. തുടർന്നാണ് പോലീസ് തട്ടിപ്പ് നാടകം പൊളിച്ചത്.
പാർട്ടിയുടെ വസ്തുവിടപാടുമായി ബന്ധപ്പെട്ട് വെള്ളനാട് ട്രഷറിയിൽ അടയ്ക്കാനാണ് പണവുമായി എത്തിയതെന്നാണ് ഓമനിയമ്മ പോലീസിനോട് പറഞ്ഞത്. ആര്യനാട് നിന്ന് ഓട്ടോയിൽ വെള്ളനാട്ടേക്ക് പോകുന്ന വഴിക്കാണ് ഡ്രൈവർ ആക്രമിച്ചതെന്നും ഇവർ പറഞ്ഞു. എന്നാൽ പോലീസ് ഈ റോഡിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും പരാതിയിൽ പറയുന്ന തരത്തിലൊന്നും കണ്ടെത്താനായില്ല. തുടർന്ന് ഇവരെ ആര്യനാട് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കള്ളി വെളിച്ചത്തായത്. 6 ലക്ഷം രൂപ വീടിന്റെ അടുക്കളയിലും ബാക്കി തുക തന്റെ ആധാരമെടുത്ത ഓഫീസിലും ഒളിപ്പിച്ചു വെച്ചതായി ഇവർ പോലീസിനോട് സമ്മതിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ തുക കണ്ടെടുത്തു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പോലീസ് കേസെടുത്തു. ലീഗ് നേതാവ് A ഇർഷാദിനെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് IT വകുപ്പും ചുമത്തി. വിവാദ പരാമർശത്തിൽ A ഇർഷാദിനെതിരെ കായംകുളം പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് IT നിയമവും ചുമത്തിയിട്ടുണ്ട്. ഇർഷാദിനെതിരെ കേസെടുക്കാൻ നേരത്തെ ആലപ്പുഴ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ജില്ലാ കളക്ടറുടെ നടപടി. അധിക്ഷേപ പരാമർശത്തിൽ യു പ്രതിഭ പോലീസിനും പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനിടെയായിരുന്നു ഇർഷാദിന്റെ വിവാദ പരാമർശം. വിഷയം വിവാദമായതിനെ തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഇർഷാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത്. UDF മണ്ഡലം ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഇയാളെ നീക്കി. സംഭവത്തിൽ ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി M ലിജു പരസ്യമായി യു പ്രതിഭയോട് മാപ്പ് പറയുകയും ചെയ്തു. ഖേദപ്രകടനം കൊണ്ട് കാര്യമില്ല എന്നും തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്നും യു പ്രതിഭ പ്രതികരിച്ചു. മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഇന്ന് പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നത്. അതെല്ലാം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഷമത്തിലെ അവിടെ ആരെങ്കിലും അതിനെയൊന്നും അവിടെ എതിർത്ത് ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്നുവെച്ചാൽ ഒരു മീറ്റിംഗാണ്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത് എന്ന് ആരും പറയാതെ പിന്നീട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, അത് അവരുടെ ഐഡിയോളജിയുടെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആരും വിലക്കിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സൈബർ അധിക്ഷേപം തുടർന്നാൽ അതിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഭ വ്യക്തമാക്കി. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപം സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. വിഷയം പ്രചരണായുധമാക്കുകയാണ് LDF. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളത്ത് പ്രതിഷേധ മാർച്ചും നടത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കായംകുളം. തിരുവനന്തപുരത്ത് MDMA-യുമായി മുൻ സന്തോഷ് ട്രോഫി താരം നജീബ് ഖാൻ പിടിയിൽ. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് MDMA കച്ചവടം നടത്തുന്നതിനിടെയാണ് നജീബ് പിടിയിലായത്. പാറശാലയിലും MDMA-യുമായി ഒരാൾ അറസ്റ്റിലായി. കാരക്കോണം നിലമാമൂട് സ്വദേശി അലൻ ജബായാണ് പിടിയിലായത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് നജീബ് ഖാൻ അറസ്റ്റിലായത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ക്വാഡ് അംഗങ്ങളെ രഹസ്യമായി ഹോട്ടലിൽ വിന്യസിച്ച് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് നജീബ് ഖാനെ 4 ഗ്രാം MDMA-യുമായി അറസ്റ്റ് ചെയ്തത്.
മുൻ സന്തോഷ് ട്രോഫി താരമായ നജീബ് ഖാൻ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിൽ സീനിയർ സൂപ്രണ്ടാണ്. മൊബൈലിൽ പ്രത്യേക ആപ്പ് വഴി ആളുകളെ കണ്ടെത്തി MDMA എത്തിച്ചു നൽകുകയായിരുന്നു ഇയാളുടെ പതിവ്. തിരുവനന്തപുരം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ അശോകിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാറശാലയിൽ 17 ഗ്രാം MDMAയുമായാണ് 27-കാരൻ പിടിയിലായത്. കാരക്കോണം നിലമാമൂട് സ്വദേശി അലനാണ് അറസ്റ്റിലായത്. നെയ്യാറ്റിൻകര കാട്ടാക്കട ഡാൻസ് ഓഫ് സംഘങ്ങൾ സംയുക്ത പരിശോധനയിലാണ് പ്രതിയെ പിടിച്ചത്. ബംഗളൂരുവിൽ നിന്ന് MDMA വാങ്ങിക്കൊണ്ടുവന്ന വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്ന് ഇയാൾ മൊഴി നൽകി. വിദേശത്ത് ജോലി ചെയ്തിരുന്ന അലൻ 4 മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തിയത്. കടബാധ്യത കാരണമാണ് ലഹരി കച്ചവടത്തിനിറങ്ങിയതെന്നാണ് പ്രതിയുടെ മൊഴി. പ്രതിയെ പാറശാല പോലീസിന് കൈമാറി. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരിമരുന്ന് കടത്തിയ കേസിൽ യുവാവിന് 5 വർഷം കഠിന തടവ് വിധിച്ച് കോടതി. പാലക്കാട് പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാഹിദിനെയാണ് മലപ്പുറം മഞ്ചേരി NDPS കോടതി ശിക്ഷിച്ചത്. 1.5 ലക്ഷം രൂപ പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്. MDMA കടത്തിയ കേസിൽ പിടിയിലായ യുവാവിനാണ് 5 വർഷം കഠിന തടവും 6 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പാലക്കാട് പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാഹിദിനെയാണ് മഞ്ചേരി NDPS കോടതി ശിക്ഷിച്ചത്. 2023 മെയ് 4-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് വളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ജലീലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. വളാഞ്ചേരി ഓണിയം പാലത്ത് നിർത്തിയിട്ടിരുന്ന മാരുതി സ്വിഫ്റ്റ് കാറിൽ നിന്നും 4 ഗ്രാമിലധികം MDMA പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. തിരൂർ മുൻ DYSP KM ബിജുവാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P സുരേഷ് ഹാജരായി. വിചാരണ വേളയിൽ 20 സാക്ഷികളെ വിസ്തരിക്കുകയും 54 രേഖകളും 20 തൊണ്ടിമുതലുകളും കോടതി മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തു. പിഴത്തുകയായ 50,000 രൂപ അടച്ചില്ല എങ്കിൽ പ്രതി 6 മാസത്തെ അധിക തടവ് കൂടി അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരൂർ. വിനോദസഞ്ചാരികളോടുള്ള മോശം പെരുമാറ്റം ടൂറിസം മേഖലയെ ഒന്നടങ്കം ബാധിക്കുന്നതാണ്. ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ തന്നെയാണ് പലപ്പോഴും ഇത്തരം കളങ്കം വരുത്തുന്നത്. ആലപ്പുഴ കുട്ടനാട്ടിൽ വിദേശ വനിതയുടെ ബാഗിൽ നിന്ന് പണം മോഷ്ടിച്ച ഹൗസ് ബോട്ട് ജീവനക്കാരൻ അറസ്റ്റിലായി. തകഴി ചിറയകം മുട്ടുങ്കൽ വീട്ടിൽ K അഭിലാഷിനെയാണ് നെടുമുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. $1,600 ഇയാൾ മോഷ്ടിച്ചത്. ബോട്ടിലെ മുഴുവൻ ജീവനക്കാരെയും ചോദ്യം ചെയ്താണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. ചമ്പക്കുളത്തെ റിസോർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഹൗസ് ബോട്ടിലാണ് അർജന്റീന സ്വദേശിനി താമസിച്ചിരുന്നത്. അർജന്റീനയിൽ നിന്നുള്ള 15 അംഗ സംഘത്തിലെ അംഗമായിരുന്നു ഇവർ. ഈ മാസം 21-ന് വൈകിട്ട് ബോട്ട് നിർത്തിയിട്ട ശേഷം വിദേശികൾ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ പോയ സമയത്തായിരുന്നു മോഷണം. ജീവനക്കാരനായ അഭിലാഷ് വിദേശികൾ താമസിച്ചിരുന്ന മുറി തുറന്ന് ബാഗിൽ നിന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. ബോട്ടിലെ CCTV ക്യാമറ ഓഫാക്കിയ ശേഷമാണ് മോഷണം നടത്തിയത്. പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വിദേശ വനിത നെടുമുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ബോട്ടിലെ മുഴുവൻ ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു. അഭിലാഷാണ് മോഷണം നടത്തിയത് എന്ന് സംശയം തോന്നിയ പോലീസ് നടത്തിയ കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു.
അഭിലാഷ് ഒളിപ്പിച്ചു വെച്ചിരുന്ന പണം പോലീസ് കണ്ടെടുത്തു. അമ്പലപ്പുഴ ഡിവൈഎസ്പി കെ രാജേഷ്, നെടുമുടി CI MA ബിനോയ്, ഗ്രേഡ് SI VP സുധീർ, ASI ഷൈനിമോൾ, സീനിയർ CPO അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആലപ്പുഴ. അപകടത്തിൽ പരിക്കേറ്റ് തോളിലും കൈയുടെ അസ്ഥിയും പൊട്ടിയ രോഗിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് നേരിട്ടതായി ആരോപണം. കോവളം പൂങ്കുളം സ്വദേശി സുജിത്താണ് പരാതിക്കാരൻ. അസ്ഥി പൊട്ടിയിടത്ത് ശസ്ത്രക്രിയയിലിട്ട പ്ലേറ്റ്സ് ദിവസങ്ങൾക്കുള്ളിൽ പൊട്ടിമാറിയെന്നാണ് പരാതി. എന്നാൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. കഴിഞ്ഞ സെപ്റ്റംബർ 30 അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് കോവളം പൂങ്കുളം സ്വദേശി സുജിത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൽ ചികിത്സ തേടിയത്. ആദ്യം ഡോക്ടർ നിർദ്ദേശിച്ചത് പ്ലാസ്റ്റർ മാത്രമായിരുന്നു. വേദന അസഹ്യമായതോടെ വീണ്ടും ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് ടൈറ്റാനിയം പ്ലേറ്റ്സ് വാങ്ങിയ ശേഷം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ഈ പ്ലേറ്റ്സ് ദിവസങ്ങൾക്കുള്ളിൽ പൊട്ടിമാറിയെന്നാണ് പരാതി. പ്ലേറ്റ്സിനും മറ്റുമായി 21,000 രൂപ ചെലവായി. നവംബർ 14 ശസ്ത്രക്രിയ നടത്തിയത്. മാർച്ച് 13 പ്ലേറ്റുകൾ ഒടിഞ്ഞുപോയെന്നാണ് പരാതി. ഡോക്ടറെ കണ്ടപ്പോൾ പിഴവ് സംഭവിച്ചതായും പകരം സൗജന്യമായി ശസ്ത്രക്രിയ നടത്താമെന്നും പറഞ്ഞതായി സുജിത്ത് പറയുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. അതേസമയം സംഭവത്തിൽ ഓർത്തോ വിഭാഗം സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തിയെന്നും ശസ്ത്രക്രിയ നടത്തിയാലും പ്ലേറ്റ്സ് ഒടിഞ്ഞുപോകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടാണ് ലഭിച്ചതെന്നുമാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലമുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ചില്ലറയല്ല. കോഴിക്കോടാണ് ഒടുവിലത്തെ സംഭവം. ബസ്സിനെ മറികടക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് മറ്റൊരു ബസിന്റെ ഡ്രൈവറെ കുത്തി പരിക്കേൽപ്പിച്ച സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിലായി. മഞ്ചേരി കോഴിക്കോട് റൂട്ടിലോടുന്ന ബസിന്റെ ഡ്രൈവർ മലപ്പുറം ഹാജിയാർപടി സ്വദേശി KP ബാവ മുസമ്മിലിനെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിലായിരുന്നു ആക്രമണം നടന്നത്. വേങ്ങര കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സിലെ ഡ്രൈവർ മലപ്പുറം വെന്നിയൂർ സ്വദേശിയെ അബ്ദുൾ നാസറിനെയാണ് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. നെറ്റിയുടെ ഇടതുഭാഗത്തും കഴുത്തിനുമാണ് അന്ന് മുറിവേറ്റത്. ചുമലിൽ കടിച്ചതായും പരാതിയുണ്ട്. സമയക്രമത്തെ ചൊല്ലി തമ്മിലടിക്കുന്ന ബസ് ജീവനക്കാർക്ക് മൂക്കുകയറിടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.